ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നീതിനിഷ്ഠനായ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് 1-ാമത്തെ തിരുവചനത്തിൽ 11-ന്റെ 1 ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. ഇത് മറ്റാരെയും കുറിച്ചല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുമ്പോൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ആത്മാവ് സ്വർഗം തുറന്നിറങ്ങി വരുന്നു പ്രാവിൻ്റെ രൂപത്തിൽ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരവും കേൾക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഈശോ അഭിഷേകം ചെയ്യപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ്. കാരണം വചനമാണ് ഈശോ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയത്തിൻ്റെ ഉദരത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു തന്നെ ഈശോ രൂപം കൊള്ളുന്നതും ഈ ഭൂമിയിൽ യേശു ജനിക്കുന്നതും. യേശുവിൻ്റെ ജീവിതത്തിൽ ആ ആത്മാവിൻ്റെ ചൈതന്യമുണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ ചൈതന്യം, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ ആത്മാവ്. ഈ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും വിവേകത്തിൻ്റെ ആത്മാവിനെയൊക്കെ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശുനാഥനെ കാണാതെ വന്നപ്പോൾ ജോസഫും മറിയവും യേശുവിനെ അന്വേഷിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ വേദശാസ്ത്രികളുമായി തർക്കിക്കുന്ന, അല്ലെ അവരെ പഠിപ്പിക്കുന്ന, അല്ലെ അവരുടെ തെറ്റിനെ തിരുത്തുന്ന ഒരു യേശുവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ബാലനായിരുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ, ആ ബാലനായിരുന്ന സാഹചര്യത്തിൽ പോലും ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. ആ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ജ്ഞാനം, അറിവ്. നേരത്തെ ഈ ബാലനായ യേശു നേരത്തെ പോയിരുന്ന് യഹൂദന്മാരുടെ തോറായൊന്നും വായിച്ച്, അല്ലെങ്കിൽ അവരുടെ യഹൂദ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനഃപ്പാടമാക്കിയിട്ട് വന്ന ആളല്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ, കടന്നു വന്നപ്പോൾ, ആ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, അതുപോലെ തന്നെ ഉപദേശത്തിൻ്റെ ആത്മാവ്. ഇന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള ആത്മാവിൻ്റെ പ്രവർത്തനം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളെക്കുറിച്ച് ആരെങ്കിലും പുറത്തുള്ളവർ ചോദിച്ചാൽ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും അറിവില്ലാത്തവരായി ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർ പലപ്പോഴും ദൈവവചനത്തിൻ്റെ ആധികാരികതയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലകളെക്കുറിച്ച് പഠിക്കേണ്ടതിന് പകരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന ടിക്ടോക്കും ഷോർട്ട് വീഡിയോയും യുക്തിവാദികളുടെയും രാഷ്ട്രീയക്കാരുടെയും അതല്ലെങ്കിൽ അന്ത്യചർച്ചകളുമൊക്കെ കണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരായി മാറ്റപ്പെട്ടു പോയി. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഉപദേശത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, അതുപോലെ തന്നെ ദൈവഭക്തിയുടെ ആത്മാവ്. യേശു ദൈവഭക്തിയിൽ ജ്വലിച്ചിരുന്ന ഒരു ആളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും പറയുകയാണ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും.
യേശുവിൻ്റെ ജീവിതത്തിൽ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്ന ഒരു യേശുവിനെ നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവഭക്തിയുടെ ആ പൂർണ്ണതയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ യേശു ഒറ്റയ്ക്ക് മലയുടെ മുകളിലേക്കും വിജനപ്രദേശത്തേക്കുമൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു ദൈവഭയത്തിൻ്റെ ദൈവഭക്തിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് പോയിരുന്ന് പിതാവുമായിട്ടുള്ള വലിയൊരു ഗാഢബന്ധം പുലർത്തുന്നു ആ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഈ ആത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തത, ആ പിതാവിനോട് ചേർന്ന് നിന്നുള്ള വചനം സ്വീകരിച്ചുകൊണ്ട് വചനം പാലിച്ചുകൊണ്ട് ഒരു വിശ്വസ്തത ജീവിതം നയിക്കുവാനായിട്ടുള്ളൊരു തീരുമാനം നമുക്കെടുക്കാം. യേശുവിന് ലഭിച്ച അതേ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഉദാശകളിലൂടെ നമുക്ക് അതേ ആത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് നന്ദി പറയാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേക്ക് പിതാവായ ദൈവം നൽകിയ അതേ ആത്മാവിനെ തന്നെയാണല്ലോ കൂദാശകളിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയത്. ആ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശ്വസ്ത ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.